ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓണത്തിന് ഓണം ആയല്ലോ. അപ്പോൾ സാരി ബ്ലൗസ് അടിക്കാനായിട്ട് കടയിലേക്ക് ഓടാൻ നിൽക്കണ്ട. ഓക്കെ, ആ കാശ് കൊണ്ട് നമുക്ക് വേറൊരു സാരി കൂടെ മേടിക്കാം. അപ്പോൾ അതെ, ഇപ്പം ഞാനൊരു എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു കസവിൻ്റെ ഒരു ബോർഡർ വരുന്നൊരു പീസുണ്ട്. ബ്ലൗസ് പീസ് സാരിയുടെ പീസ് തന്നെയാണ്, പക്ഷേ ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ കുറച്ച് ഇതൊരു ഗൗൺ അടിച്ചിട്ട് ബാക്കിയുള്ളതാണ്. അപ്പം നമുക്കിത് സാരിക്ക് ബ്ലൗസായിട്ട് ഉപയോഗിക്കാമല്ലോ. അല്ലെങ്കിൽ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദാവണിക്ക് ബ്ലൗസായിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഞാനിപ്പോൾ ഇത്ര തുണിയുള്ളൂ, പിന്നെ കുറച്ച് സ്ലീവിന് മാത്രമായിട്ട് കുറച്ചൊരു പീസും കൂടി എനിക്കിതിൽ ബാലൻസ് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് മടക്കുന്നത് സംഭവം. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 16 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് കേട്ടോ. ബ്ലൗസിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചാണ് കൊടുക്കുക. അപ്പോൾ അടിയിൽ ആദ്യം ഒന്ന് വരച്ചേക്കുക, കാരണം ഈക്വൽ ആയിരിക്കില്ല എല്ലാ പോർഷനും. അപ്പോൾ അത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 16 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നമുക്ക് വേണമെങ്കിൽ മടക്കിയടിക്കാം, അല്ലെങ്കിൽ പീസ് വെച്ചിട്ട് മടക്കിയടിക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ഉള്ളിലോട്ട് മടക്കിയടിക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പീസ് വെച്ച് മറിച്ചെടുക്കാം. ഷോൾഡർ നമ്മുടെ സാധാരണ നമുക്ക് എത്രയാണോ ഷോൾഡർ ബ്ലൗസിന് കൊടുക്കുന്നത് അത് നമുക്ക് ഷോൾഡറും ആം ഹോളും നമുക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഷോൾഡറും ആം ഹോളും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അതാണ് ഷോൾഡറും ആം ഹോളും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു സൈസ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഷോൾഡർ ആം ഹോള് എല്ലാം മാർക്ക് ചെയ്യുക. ഷോൾഡർ 6, ആം ഹോള് 6 മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി വേസ്റ്റ് വന്നിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ യോജിപ്പിച്ചെടുക്കാം. ഇത് ബാക്ക് പോർഷൻ ആണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, കൈക്കുഴി 1.5 ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാറ്റേൺ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി സ്ലീവ് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ചിലർ ആദ്യം സ്ലീവ് കട്ട് ചെയ്യും, അതിനുശേഷം എടുക്കുക ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ഐഡിയ പോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്ലീവിന് നമുക്കൊരു കട്ട് ചെയ്തൊരു പീസ് ഉണ്ട്. അപ്പോൾ ഒരു ബോർഡർ വരുന്നത് സെയിം സാരിയുടെ തന്നെയാണ്. അപ്പോൾ നമ്മളിത് വെച്ചിട്ടൊരു ഗൗണിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാരി വെച്ചിട്ട് ഗൗണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പാനൽ കട്ട് കുർത്തി എന്തോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ട് പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോട്ട് അത് സ്ലീവിന് എടുക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ സ്ലീവിന് ഞാൻ ഇങ്ങനെ 4 ആക്കിയിട്ടാണ് മടക്കുന്നത്. ചെറിയൊരു സ്ലീവാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 4 ആക്കി മടക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ സ്ലീവ് ലെങ്ത്ത് ഇപ്പോൾ എങ്ങനെ പോയത് ഒരു 8 ഇഞ്ചോളം കിട്ടും. അത്രയൊക്കെ മതിയല്ലോ സ്ലീവ് ലെങ്ത്ത്. അപ്പോൾ ഇത് നമുക്ക് 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ കൈൻ്റെ റൗണ്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ ചെറിയ സൈസാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം സ്ലീവ് ലെങ്ത്ത് നമുക്കിത് 9 ഇഞ്ചോളം വരുന്നുണ്ട്. ഞാൻ 8 ഇഞ്ച് എടുക്കണുള്ളൂ. ഒരുപാട് വലിയ സ്ലീവ് ചെറിയ കുട്ടികൾ അധികം പ്രായവർക്കൊക്കെ ഭംഗിയുണ്ടാവുള്ളൂ. ലോങ് നമുക്ക് അല്ലാത്തവർക്ക് ഒരു ലുക്ക് ഉണ്ടാവില്ല സംഭവം. അപ്പോൾ അത് 8 ഇഞ്ചോളം ശരിക്കും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയുടെ വണ്ണം വന്നിട്ട് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതാക്കാം, അതായത് നമുക്ക് സ്ലീവ് ഷേപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് വണ്ണം വിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തയ്യൽ തുമ്പ് കൂട്ടിയിടുക കേട്ടോ. അല്ലാതെങ്കിൽ നമുക്ക് അങ്ങനെ കൂട്ടിയിടേണ്ട ആവശ്യമില്ല. ചിലർ 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് എടുക്കാം. കാരണം എന്താണെന്ന് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ണം വിൽക്കുമ്പോൾ അത് അഴിച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്ന തുണി നടുവ് മടക്കിയ ശേഷം ബാക്ക് പോർഷൻ്റെ അതേ അളവിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 1 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് അപ്പുറത്ത് നമ്മൾ ഒരു 1/4 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ടക്ക് പിടിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞു പോവാതിരിക്കാനായിട്ട് അപ്പുറത്തൊരു 1/4 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ ചെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെയും ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് ഒരു 10 ഇഞ്ച് നമുക്ക് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകലം, അതായത് നമ്മുടെ ഈ ഒരു ടക്കിൻ്റെ അകലം വരുന്നത് 3.5 എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരെ വരയ്ക്കുക കേട്ടോ. താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. പിന്നെ നമ്മൾ ടക്ക് കൊടുത്തിരിക്കുന്നത് നമ്മളപ്പുറത്ത് 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 2 ഇഞ്ച് നമ്മൾ ഇപ്പുറത്ത് എടുക്കുക. ഓക്കെ, 2 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നമുക്ക് ഒരു ഷേപ്പിൽ നമുക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഇതിപ്പോൾ എല്ലായിടത്തും ട്രെൻഡ് ഈ ഒരു ബ്ലൗസാണല്ലോ. അപ്പം നമുക്ക് ഇതാണ് കുറച്ചുകൂടി എളുപ്പം ചെയ്യാനായിട്ട്. നമ്മുടെ സാധാരണ ഒരു ചുരിദാറിൻ്റെ അളവുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്ട്രെയിറ്റ് ജസ്റ്റ് കുറച്ച് സ്ട്രെയിറ്റ് ഒരു 4 ഇഞ്ചോളം സ്ട്രെയിറ്റ് എടുത്തിട്ട് ബാക്കി നമുക്കത് ഇതുപോലെ ഒന്ന് ചരിച്ചങ്ങോട്ട് വരച്ചെടുത്താൽ മതി. ഇങ്ങനെ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക കേട്ടോ. പലരും പല രീതിയിൽ, നമ്മുടെ കൈക്കുഴി 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ചു വെട്ടാൻ മറക്കരുത്. പലരും പല രീതിയിലായിരിക്കും ബ്ലൗസ് ചെയ്യുക. ഒരിക്കലും ഒരാൾ ചെയ്യണതിന് മറ്റുള്ളവർ അംഗീകരിക്കില്ല. കുറേയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയല്ല ചെയ്യുക, അങ്ങനെയല്ല ചെയ്യാന്ന് പറയും. ഒരിക്കലും ചിലവർ തയ്ക്കുന്ന ആളുകൾ മറ്റുള്ളവർ തയ്ക്കുന്നതിന് ഒരിക്കലും തന്നെ അംഗീകരിക്കില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കെങ്കിലും തയ്യൽ അറിയാത്തവർക്കും ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊക്കെ തയ്ച്ച് ഇടാനൊക്കെ പറ്റും. അത്രയും സിമ്പിളായിട്ട് ഞാൻ അത് കാണിക്കണം കേട്ടോ. ഇനി കൈക്കുഴിയുടെ സെൻറ്ററിലേക്ക് ഈ ലൈൻ അത് ഇങ്ങനെ അങ്ങോട്ട് ആക്കി വിടുക. അതായത് നമ്മുടെ കൈക്കുഴിയുടെ സെൻറ്റർ ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു കർവിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് ഇതിങ്ങനെ അങ്ങ് ആക്കി വിടുക കേട്ടോ. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിലർ പറയും ഇതിങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഒന്ന് ഓർക്കുക, ഒന്നും അറിയാത്തവർക്ക് ഇതുപോലെ തയ്ച്ച് 4-5 ബ്ലൗസൊക്കെ തയ്ച്ചിടുമ്പോൾ ഒന്ന് പെർഫെക്റ്റ്. പ്രിൻസസ് കട്ട് ബ്ലൗസ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് സംഭവം. നിങ്ങൾ സാധാരണ ചുരിദാറിനൊക്കെ എടുത്ത് വെച്ച് കുറച്ചുകൂടി ഒന്ന് ടൈറ്റാക്കിയിട്ട് അങ്ങ് എടുത്താൽ. നമ്മളിത് അധികം ലൂസൊന്നും ഇടുന്നില്ലല്ലോ, തയ്യൽ തുമ്പൽ മാത്രമേ ഇടുന്നുള്ളൂ. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട്, സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവും കേട്ടോ. അതെ, ഇതിപ്പോൾ നമുക്ക് പ്രിൻസസ് കട്ട് എടുക്കാം. പിന്നെ അവിടെ കുറച്ച് കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഒരു കൈക്കുഴിയുടെ അവിടെ ഒന്ന് നല്ലൊരു ഷേപ്പ് ഇട്ടായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ അടുത്തതിൽ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. താങ്ക്